അവനൊരു നിവേദനം എഴുതുന്നുണ്ട്. അപ്പോൾ നിവേദനത്തിൻ്റെ ഒരു പ്രത്യേകത തുടക്കത്തിൽ ഒരു പാരഗ്രാഫ് രാജാവിനെ പുകഴ്ത്തണം, എന്നാലേ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ രാജശ്രീ മറ്റേത് മറിച്ചത് ഇന്ന രാജാവിനോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഒരു ഉരുള ചോറ് തരുന്നതാണ് അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നത്. ചില കലിങ്ക് മീറ്റിംഗ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. ഇന്ന് മോദിയും ട്രംപുമാണ് ഈ ബഹൻ ബൈ പരിപാടി കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറി ആദ്യം സൈൻ ചെയ്യുന്ന ഒരു ബില്ല് എന്ന് പറയുന്നത്, ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത്, സെക്സ് ആയിക്കൊണ്ട് ജെൻഡറിനെ ചുരുക്കുക എന്നുള്ളൊരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒളിഗാർക്കി നിലനിൽക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും സണ്ണിയം കപ്പിക്കാടിന് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം വ്യക്തമാക്കുന്നത്. എൻ്റെ കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് കോൺഗ്രസിൽ? അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ മതിയായിരുന്നല്ലോ, പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്യൂർ വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളെ നേരിടാൻ പര്യാപ്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ലാക്കൂണ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും 6 മാസം മുതൽ 2 വർഷം വരെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ആരെങ്കിലും ട്രാൻസ് വ്യക്തി ആവാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പണിഷ്മെൻ്റാണ്. ജാതിയാണോ കഴിവാണോ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്? സിനിമയിൽ വന്നതിന് പിന്നെ മാത്രം ജാതിവാലുള്ള പേരുകൾ വെച്ചിട്ടുള്ള ഒരുപാട് നടന്മാരെയും നടിമാരെയും നമുക്കറിയാം അല്ലേ. കഴിവ് മാത്രമായിരുന്നെങ്കിൽ അവർക്കുള്ള പേരുകൊണ്ട് അങ്ങ് കഴിവുണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ആത്മാഭിമാനത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമാണ് അയ്യങ്കാളി. പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, ഈ ജെൻസി കുട്ടികൾക്ക് അയ്യങ്കാളിയുടെയും അദ്ദേഹത്തിൻ്റെ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചും ധാരണയുള്ളവരാണോ? ധാരണയുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ഞാനിപ്പം ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ തല്ലുമാലൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര മാസമാണെന്ന് വിചാരിക്കണമെങ്കിൽ അതിന് മുന്നേ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ അതിലും വലിയ മാസമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു കേരളം ഉണ്ടായി വരുന്നത്? നോക്കൂ, ഇപ്പം കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനകത്ത് ഇത്രയധികം റോഡുകളും കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഒരു പൊതു സാക്ഷരതാ നിരക്ക് തന്നെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു റോള് വഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മഹാത്മാ അയ്യങ്കാളി തന്നെയാണ്. പുള്ളി എല്ലാവർക്കും നടക്കാനുള്ള വഴിയാണ് വില്ലുവണ്ടി ഓടിച്ചുണ്ടാക്കിയത്, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം നടക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ള വഴിയല്ല അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. സമാനമായിട്ടാണ് പൊതുവിദ്യാഭ്യാസം എന്ന ആശയത്തിലേക്കാണ് പഞ്ചമിയെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പോയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് പ്രജാസഭയ്ക്കകത്ത് അന്ന് മഹാത്മാ അയ്യങ്കാളി പറഞ്ഞ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ സ്കീമാണ്. അപ്പോൾ സർക്കാർ ഉച്ചഭക്ഷണ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്രയോ കാലം മുമ്പ് ഉച്ചഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നൊരു ആശയം പോലും വരുന്നത് മഹാത്മാ അയ്യങ്കാളിൽ നിന്നാണ്. ഇപ്പോൾ കല്ലമാല സമരം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലോക ഫെമിനിസ്റ്റ് ചരിത്രത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളതും മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നു. അന്ന് കല്ലമാല പൊട്ടിച്ചെറിഞ്ഞ സ്ത്രീകളൊക്കെ വേറെ എന്ത് മുദ്രാവാക്യം വിളിച്ചത്? അവരൊക്കെ പറഞ്ഞത് എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇപ്പം കോടതിക്കകത്തേക്ക് കയറാൻ പറ്റാത്ത സമയങ്ങളിലാണ് പ്ലാമൂട് കോടതികൾ, മരത്തിൻ്റെ അടിയിൽ കോടതികൾ ഉണ്ടായ സമയത്താണ് അദ്ദേഹം സമുദായ കോടതികൾ ഉണ്ടാക്കി വേറൊരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആധുനികമായുള്ള ADR സംവിധാനങ്ങളോ മീഡിയേഷൻ സംവിധാനങ്ങളോ ഒക്കെ പോലെ തന്നെ സമുദായ കോടതികൾക്കകത്ത് നിന്ന് മനുഷ്യന്മാർക്ക് നീതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു മീഡിയേഷൻ സങ്കല്പങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്പം ഇത്ര ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വലിനെ കേരളത്തിനകത്ത് കണ്ടെത്തുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം കാണിച്ച ഹീറോയിസ് ഒന്നും പിന്നെ ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ളൊരു സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ പിന്നോട്ടേക്ക് നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച അതേ അങ്ങാടി കൂടിയാണ് പിന്നീട് ഈ കാലത്ത് ആറ്റുകാൽ പൊങ്കാല നടത്തുന്ന സമയത്ത് രഥത്തിൻ്റെ അകത്ത് മനുഷ്യന്മാർ രാജാവാണെന്നൊക്കെ സ്വയം തോന്നിയിട്ട് എഴുന്നള്ളുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ രാജാക്കന്മാർ വീണ്ടും സ്ഥാനാരോഹണം നടത്തുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാരുടെ പേരുകൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇടണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കൊച്ചിയിലെ ഒരു രാജാവിൻ്റെ പേരിടണമെന്ന് ഇവിടുത്തെ മേയർ തന്നെയായിരുന്നല്ലോ സജസ്റ്റ് ചെയ്ത്. ഞാൻ ഒരിക്കലും ഒരു ആർക്കൈവ്സ് പോയ സമയത്ത് കണ്ടൊരു റെക്കോർഡാണ്. ആഫ്രിക്കയിൽ ഒരു പയ്യനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ അടിമയാക്കിയിട്ടുണ്ടാക്കിയിരുന്നു. അപ്പം രാജാവിൻ്റെ ഒരു ഹോബിയായിരുന്നു അത്. അപ്പം അവനൊരു നിവേദനം എഴുതുന്നുണ്ട്. അപ്പം നിവേദനത്തിൻ്റെ ഒരു പ്രത്യേകത തുടക്കത്തിൽ ഒരു പാരഗ്രാഫ് രാജാവിനെ പുകഴ്ത്തണം, എന്നാലേ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ രാജശ്രീ മറ്റേത് മറിച്ചത് എന്നാണ് അവസാനം ഇയാളെ പേര് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന രാജാവിനോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഒരു ഉരുള ചോറ് തരുന്നതാണ് അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ചില കലിങ്ക് മീറ്റിംഗ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. അപ്പോൾ ഒരു ഉരുള ചോറ് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് രാജാവിൻ്റെ വിളംബരം എന്താണെന്ന് അറിയും. നമ്മൾ പൊതുവെ വിളംബരം എന്നൊക്കെ കേൾക്കുമ്പം
എന്തോ വലിയൊരു അവകാശത്തിൻ്റെ സാധനമായിട്ടല്ല നമ്മൾ വിചാരിക്കുന്നത്. വിളംബരത ഒരു ഉരുള ചോറും കൂടെ അനുവദിച്ചോളൂ എന്ന് രാജരാജശ്രീ അനുവദിക്കുന്നു എന്നാണ്. ഈ രാജാവിൻ്റെ പേരിലാണല്ലോ നമ്മൾ മഹാരാജാസ് കോളേജും തുടർന്നുള്ള രാജരാജ സാധനങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര അല്പന്മാരായിരുന്നു വേറൊരു തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന രാജ മനുഷ്യന്മാർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ലെഗസി ഇവരും ഇന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെയും പൊയ്കലപ്പച്ചൻ്റെയും ഒക്കെ ലെഗസി കൊണ്ടുവരണം. അപ്പോൾ പൊയ്കലപ്പച്ചൻ്റെ ലെഗസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യോഗം നടക്കുന്ന സമയത്ത് സ്ത്രീകളെ ഭയങ്കരമായിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക. അവരുടെ കയ്യിൽ വേറെ ആയുധമൊന്നുമില്ല, മറ്റവരുടെ കയ്യിൽ ഫുള്ള് ടൂൾസാണ്. അപ്പം അവിടുത്തെ ഈ സ്ത്രീകൾ ചെയ്യുന്നത് അടുപ്പിൽ തിളയ്ക്കാൻ വെച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇതെടുത്ത് എല്ലാത്തിനും മുഖത്ത് ഓടിച്ച് അമ്മച്ചി, ആ കാലത്ത് അമ്മച്ചിമാരതുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. ഒരേ സമയത്ത് ബ്രിട്ടീഷുകാരോടും അതേ സമയത്ത് ഇവിടുന്ന് വന്നുള്ള സവർണ്ണ ക്രിസ്ത്യാനികളെയും എല്ലെണ്ണത്തിനെയും ഒരേപോലെ പെരുമാറി ഓടിച്ച അമ്മച്ചിമാർ. ഈ അടുത്ത് റൈഫിൾ ക്ലബ്ബിലെ കുറേ സ്ത്രീകളെ കണ്ട സമയത്ത് എനിക്കിങ്ങനെ അന്നത്തെ അമ്മച്ചിമാരെ പോലത്തെ അമ്മച്ചിമാരെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും പക്ഷേ ഒരു പാഠപുസ്തകങ്ങളിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ ലെഗസി, അവരുടെ ഫൈറ്റിൻ്റെത്. നമ്മൾ ഝാൻസി റാണിയെ വളരെയധികം ആദരിക്കാറുണ്ട്. പക്ഷെ അതേ സമയത്ത് ഉദാദേവി എന്ന് പറഞ്ഞുകൊണ്ട് ആൽമരത്തിൻ്റെ മേലെ പോയിട്ട് 10-12 ബ്രിട്ടീഷുകാരെ വെടിവെച്ചിട്ടൊരു സ്ത്രീ നമുക്കുണ്ടായിരുന്നു. അവർ നമ്മൾ ചരിത്രത്തിൽ അറിയാത്തത് അവർ ദളിതായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. കുയിലിയുടെ ചരിത്രം നമുക്കറിയാം. അപ്പം ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററി റീക്ലെയിം ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചരിത്രത്തെ പൊളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മവിശ്വാസമുള്ളൊരു ജനതയെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയായി തന്നെ പറയുകയാണ്, ഈ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ പല നിലകളിൽ വിവേചനം അനുഭവിക്കുന്ന കുട്ടികൾ. ദിനൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ദിനുവിൻ്റെ പരിചയത്തിലും ക്ലാസ്സിലും ഒക്കെ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് ദിനു പുലർത്തുന്നത്. ഇത് പല നിലകളിൽ വിമർശിക്കപ്പെടുന്നില്ലേ? ഞാൻ റീസെൻ്റായി കണ്ടൊരു റീല് ഓർക്കുകയാണ്, സുഭാഷ് ചന്ദ്രൻ ജൻസി അധ്യാപകരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. നമ്മളങ്ങനെ സൗഹാർദ്ദപരമായി ഇടപെടുന്നത് നമ്മളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണോ? ആ നിലയ്ക്കാണോ അതിനെ കാണേണ്ടത്? അല്ലെങ്കിൽ ഈ ഗുരുത്വം എന്ന് പറയുന്നതിനെ സൗഹാർദ്ദപരമായി ഇടപെട്ടാൽ അത് കൺവേ ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല തങ്ങൾക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്നുള്ള വലിയ കുശുമ്പ് ഈ വരച്ചമാർക്കൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തല്ലിയത് കൊണ്ട് ഒരു വിദ്യാർത്ഥി നന്നാവില്ല എന്നുള്ളത് തന്നെയാണ് 101% ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തല്ല് കിട്ടേണ്ടവരുണ്ടെങ്കിൽ അത് പല അധ്യാപകരുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകൾക്കകത്ത് വരുന്ന വിദ്യാർത്ഥികളോട് തീർച്ചയായിട്ടും ഇതിനകത്ത് ചില എത്തിക്കൽ ബൗണ്ടറീസ് വെക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ഒന്ന് കണ്ണ് തുറന്നുകൊണ്ട് ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്കോ ഇന്ത്യയുടെ തന്നെ പ്രാചീന ഇന്ത്യയിലെ ജൈൻ ബുദ്ധ ട്രഡീഷൻ്റെ അകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ തന്നെ വില്ലൻ അധ്യാപകരുടെ ഇടമേ അല്ലായിരുന്നു എന്നുള്ളതാണ്. ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ വരുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊരു രാജകൊട്ടാരത്തിലേക്ക് ഒരു രാജാവ് പ്രവേശിക്കുന്ന പരിപാടി അല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ റെസ്പെക്റ്റിനെ എത്രത്തോളം കുത്തിപ്പഴിപ്പിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നോ അത്രത്തോളം യാതൊരു രീതിയിലുള്ള ജെന്യൂൻ സ്നേഹവും വിദ്യാർത്ഥികൾക്ക് നമ്മളോട് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ജനാധിപത്യം ക്ലാസ് റൂമിനകത്തും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനെ കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ അക്കാഡമിക്കലി കൂടി ആ വിദ്യാർത്ഥികൾക്ക് വളരെ രീതിയിൽ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് മാറുന്നത്. ഡിസിപ്ലിൻ എന്നുള്ള പേരിൽ വിദ്യാർത്ഥികൾക്ക് പുറത്ത് സർവൈലൻസ് അടിച്ചേൽപ്പിക്കാനും ഡിസിപ്ലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വരുന്ന വിദ്യാർത്ഥികളെ നിരന്തരം പല രീതിയിലുള്ള പണിഷ്മെൻറ്റും ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് സൗകര്യപൂർവ്വം നമ്മുടെ അക്കാഡമിക് സിസ്റ്റം എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഡിസിപ്ലിൻ എന്നത് പ്രൊഫഷണലിസം ആണെങ്കിൽ അത് അവരുടെ അക്കാഡമിക് കരിയറിനെ എൻറിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഗുരുത്വം ഏറെക്കാലം പുലർത്തിയിട്ടുണ്ടായിരുന്ന അധ്യാപകർക്കൊന്നും പഞ്ചമിയുടെ ബെഞ്ച് തീയിട്ടപ്പോൾ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഗുരുത്വം പുലർത്തിയ അധ്യാപകർ ആരും തന്നെ നജീബ് എന്ന വിദ്യാർത്ഥി എവിടെ എന്ന് ചോദിക്കുന്നില്ലല്ലോ. ഗുരുത്വം പുലർത്തിയ അധ്യാപകരൊന്നും രോഹിത് വെമുലയ്ക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയില്ലല്ലോ. ഇറങ്ങിയ അധ്യാപകരെല്ലാം തന്നെ വിദ്യാർത്ഥികളോട് സ്നേഹമുള്ള, സൗഹാർദ്ദപരമായി ഇടപഴകാൻ അറിയുന്ന, ജനാധിപത്യ ബോധമുള്ള അധ്യാപകർ തന്നെയായിരുന്നു തെരുവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഗുരുത്വം എന്ന് പറയുന്ന
ചെയ്ത് വെച്ചിരിക്കുന്ന ഗുരുത്വത്തിനകത്ത് ഒരു രീതിയിലും വിശ്വാസമില്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അധ്യാപകനാകുമ്പോഴും അതിലൊരു മാറ്റവുമില്ല. എന്തെങ്കിലും രീതിയിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾക്കകത്ത് പുതിയ കാലത്ത് പുതുക്കിപ്പണിയലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുതിയ സമാധാനപരമായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് മനുഷ്യന്മാരെ നയിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നവർക്കുള്ള പേടിയുള്ള മനുഷ്യന്മാർക്ക് അതെന്തെങ്കിലുമൊക്കെ ആകുലത ജനിപ്പിച്ചാലായി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അമെൻമെൻറ്റ് ബിൽ 2026 പാസ്സാക്കി. അതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ ഏറെക്കുറെ നിശബ്ദമാക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു രാജ്യം ഒരു ട്രാൻസ് വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ നിർണ്ണയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ദിനു ഈ ഒരു പ്രക്ഷോഭത്തിനൊക്കെ മുൻനിരയിൽ നിന്ന ആൾ കൂടിയാണ്. എന്താണ് ദിനുവിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇതിനൊരു പൊതുപ്രശ്നമായി നമ്മൾ മനസ്സിലാക്കാത്തോടത്തോളം കാലം ഇത് ഈ പറഞ്ഞ പോലെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ വളരെ കൃത്യമായിക്കൊണ്ട് CANR സമരത്തൊക്കെ സ്റ്റേറ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്നതിനകത്തേക്ക് പൗരത്വത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമാനമായിട്ടാണ് ഇവിടെ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന ജെൻഡറിൻ്റെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേവലം ഇന്ത്യക്കകത്ത് ഒരു ദിവസം കൊണ്ടുണ്ടായൊരു പരിപാടിയല്ല. ഇന്ത്യയും ചൈനയും കുറിച്ച് പണ്ടിങ്ങനെ എന്താ പറയുന്നത് സഹോദരങ്ങളാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ബഹൻ ഭായ് സങ്കല്പം ഉണ്ടായിരുന്നു. ഇന്ന് മോദിയും ട്രംപുമാണ് ഈ ബഹൻ ഭായ് പരിപാടി കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറി ആദ്യം സൈൻ ചെയ്യുന്ന ഒരു ബില്ല് എന്ന് പറയുന്നത്, ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് സെക്സ് ആയിക്കൊണ്ട് ജെൻഡറിനെ ചുരുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാ സവിശേഷതകളും ഈ അമെൻമെൻറ്റ് ബില്ലിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായി കാണാം. അപ്പം ആഗോള റൈറ്റ് വിങ് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഇന്ത്യക്കകത്തും ഇത്തരമൊരു കാര്യം നടപ്പിലാക്കപ്പെടുന്നത്. ഇതൊരു സാമ്പിൾ കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെൽഫെയർ നിയമത്തിനകത്ത് ആ വിഭാഗത്തിൻ്റെ തന്നെ മൗലിക അവകാശങ്ങൾ ധ്വംസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വകുപ്പുകൾ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏത് അവകാശത്തിന് വേണ്ടി ഉണ്ടായ സാധനം ഉപയോഗിച്ച് തന്നെ നമ്മൾ അടിക്കുക എന്നുള്ള പരിപാടി. അല്ലാണ്ടൊരു ബില്ല് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിന് നിയമസാധ്യത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ തിരികെ കയറ്റുക എന്നുള്ള പരിപാടിയാണ് ഇവർ കൃത്യമായിട്ട് നോക്കിയിട്ടുള്ളത്. നാളെ ഇത് ഇവർക്ക് എല്ലാത്തിലും ചെയ്യാം. SC/ST വ്യക്തികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾക്കകത്ത്, മൈനോറിറ്റിക്ക് വേണ്ടിയുള്ള നിയമങ്ങൾക്കകത്ത്, സ്ത്രീകൾക്കായിട്ടുള്ള നിയമങ്ങൾക്കകത്ത് ഒക്കെ തന്നെ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ബെനിഫിഷ്യറി വെൽഫെയർ ലെജിസ്ലേഷനകത്ത് ആ കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള വകുപ്പുകൾ കൂടെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇവർ നടത്തിയതാണ് തീർച്ചയായിട്ടും ഈ ബില്ലിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കകത്ത് അവർക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളെയും റദ്ദ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും 6 മാസം മുതൽ 2 വർഷം വരെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ആരെങ്കിലും ട്രാൻസ് വ്യക്തി ആവാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പണിഷ്മെൻ്റാണ്. ഞാൻ ആലോചിക്കാണ്ട് അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് പറയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാ ട്രാൻസ് വ്യക്തികളും സിസ്ജെൻഡർ വ്യക്തികളാവേണ്ടതാണ്. എല്ലാ ക്യൂർ വ്യക്തികളും തീർച്ചയായിട്ടും ഹെറ്ററോസെക്ഷൽ വ്യക്തികളാവേണ്ടതാണ്, അല്ലേ? അത്രയധികമാണ് എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ആവരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം വളരെ കൃത്യമായി കൊണ്ട് സ്റ്റേറ്റ് തന്നെ ഒരു കൺവേർഷൻ തെറാപ്പി നടത്തുന്ന പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ പുറത്തേക്ക് ഒരു സിസ്ജെൻഡർ വ്യക്തി എന്നൊരു ഐഡൻറ്റിറ്റിയെ ഇമ്പോസ് ചെയ്യിപ്പിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ രീതിയിലും ഇന്ത്യൻ ഭരണഘടനയുടെ 14 15 അടക്കുന്ന വകുപ്പുകളെയും 21 അടക്കമുള്ള വകുപ്പുകളെയും എതിരായിട്ടും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജ്മെൻ്റായിട്ടുള്ള നൽസ ജഡ്ജ്മെൻറ്റും സുപ്രിയോ ചക്രവർത്തി ജഡ്ജ്മെൻറ്റും അതിനിടയ്ക്കുള്ള നവജോത് സിംഗ് ജോഹർ ജഡ്ജ്മെൻറ്റ്സും ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു വിധിയാണ്. അപ്പം ഭരണഘടനാപരമായി നിരന്തര സമരങ്ങളിലൂടെ നമ്മൾ സുപ്രീം കോടതിക്കകത്ത് നിന്ന് നേടിയെടുത്തൊരു നീതി ഉണ്ടല്ലോ, അതിനെയും കൂടി അട്ടിമറിക്കാൻ വേണ്ടി പരമോന്നത നീതിപീഠത്തിൻ്റെ വിധികളെയും കൂടി അട്ടിമറിക്കാനുള്ളൊരു സാമ്പിൾ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൂടെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുന്നേ കുറച്ച് ട്രാൻസ്പേഴ്സസിനെ BJP-യിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർക്ക് തന്നെ ഇട്ട് പണി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് സെഷൻ വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ട്രാൻസ് പേഴ്സൺസിനെ തിരിച്ചറിയാൻ, അവരെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമല്ലോ. യഥാർത്ഥത്തിലുള്ളവരങ്ങനെ നിന്നോട്ടെ, അല്ലാത്തവരെ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഒഴിവാക്കാമല്ലോ എന്നൊരു തരത്തിലുള്ള വാദം കണ്ടു. അപ്പോൾ എന്താ ദിനൂന് അതിനെക്കുറിച്ച്? ഏതൊരു നിയമത്തിൻ്റെയും ഇംപ്ലിമെൻറ്റേഷനകത്ത് അതിൻ്റെ ശരിയായിട്ടുള്ള ആനുകൂല്യം പറ്റുന്നവരും അതോടൊപ്പം തന്നെ
തെറ്റായിട്ട് അത് ദുരുപയോഗം ചെയ്യാൻ നടക്കുന്ന മനുഷ്യരും ഉണ്ടാവും. ആ മനുഷ്യർ ഏത് നിയമത്തിലായാലും സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഒരു ID കാർഡ് എടുക്കുന്നതോടുകൂടി ഒരു വ്യക്തിക്ക് എന്തോ കുറേ പ്രിവിലേജിൻ്റെ ലോകത്തേക്ക് ഇന്നലെ മനുഷ്യന്മാർ പോകുന്നത്. തീർച്ചയായിട്ടും സ്വന്തം സ്വത്തം തുറന്ന് പറയുന്നതിലൂടെ അന്ന് വരെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടുന്ന പരിപാടിയല്ല ഈ ID കാർഡ് വാങ്ങിക്കൽ എന്നുള്ളത് ആദ്യമായിട്ട് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ പറയുന്ന സ്ത്രീയായി വേഷം കെട്ടിക്കൊണ്ട് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോകും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒരു കാലത്തും ID കാർഡ് കൊടുക്കാണ്ടാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് സിസ്ജെൻഡർ പുരുഷന്മാരാണ്. ഇക്കാലം അത്രയും സ്ത്രീകളുടെ വേഷം കെട്ടി സ്ത്രീകളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർ, കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, മലയാള സിനിമയിൽ നമുക്ക് യക്ഷികൾ കുളിക്കുമ്പോൾ പോലും ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. വോയറിസം, സ്റ്റോക്കിംഗ്, ഇതൊക്കെ ജീവിതചര്യയാക്കിയിട്ടുള്ളത് 90% അത്തരം കുറ്റാരോപിതരായുള്ള വ്യക്തികൾ വരുന്നത് സിസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മനുഷ്യരാണ്. ഒരിക്കലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നോ സിസ്ജെൻഡർ സ്ത്രീകളോ അല്ല അതിനകത്ത് കുറ്റവാളികളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യന്മാരൊക്കെ ഫേക്ക് മനുഷ്യന്മാരെ മൊത്തത്തിൽ അങ്ങ് നിരോധിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി നോക്കാവുന്നതാണല്ലോ. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആരെങ്കിലും 1-2 പേർ വരുത്തുന്നു എന്നതിനർത്ഥം അതിൻ്റെ ബെനിഫിഷ്യറി നേടുന്ന കമ്മ്യൂണിറ്റിക്കെതിരായി വെക്കേണ്ട കാര്യമല്ല. 2, ഇതിനകത്ത് സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ജെൻഡറിനെ അങ്ങനെ നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. വേറെ രീതിയിൽ ജെൻഡർ നിർണ്ണയിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശവും നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് സെൽഫ് പെർസീവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം ഒരാൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ സെൽഫ് പെർസീവ്ഡായി ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെൻറ്റർ ഒരു ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ആനുകൂല്യം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. ഇതൊരു ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മുൻ നിയമപ്രകാരം തന്നെ നോട്ടറി അറ്റസ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഡിക്ലെയർഡ് ഐഡൻറ്റിറ്റി കൊടുക്കുകയും പോർട്ടലിനകത്തോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിനായിട്ടുള്ള മാനദണ്ഡങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. എല്ലാ ബെനിഫിഷ്യറി സ്കീമുകളും പോലെയും ഇതിനകത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഫേക്ക് എന്ന് പറയുന്ന സാധനത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ മറ്റേ എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന പരിപാടി പോലത്തെ ഒരു വലിയ പരിപാടിനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിയമങ്ങളുടെ ദുരുപയോഗം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ഏറെക്കുറെ സിസ്ജെൻഡർ ഹെറ്ററോസെക്ഷൽ പുരുഷന്മാർ തന്നെയാണ് എന്നുള്ളതാണ്. 2026 ക്യൂർഫോബിക് ആയിട്ടുള്ള ഒരു വലിയ ശതമാനം ആളുകളാണ് കേരളത്തിലുള്ളത്. നോർമലൈസ് ചെയ്യാനായിട്ട് അവർക്കിപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യൂർ പീപ്പിളിന് അവരുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഓടിപ്പോകേണ്ടി വരുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാവും. വൈവിധ്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് എല്ലാ സമയത്തും മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അപ്പം ഈ പറയുന്ന ക്യൂർഫോബിയയും ട്രാൻസ്ഫോബിയയും സ്ത്രീകൾക്കും ദളിത് ഫോബിയയും എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ഇത് നിലനിൽക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ക്യൂർ വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളെ നേരിടാൻ പര്യാപ്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ലാക്കൂണ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ആകെ ഇതിനകത്ത് സുപ്രീം കോടതി സുപ്രിയോ ചക്രവർത്തി കേസിനകത്ത് കൊടുത്തിട്ടുള്ള ചില ഡയറക്ഷൻസിൻ്റെ പുറത്ത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ചില നോട്ടിഫിക്കേഷനുകൾക്കകത്ത് മാത്രമാണ് ഇപ്പോഴും സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിതം ഇപ്പോഴും കുരുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മറ്റൊരു മനുഷ്യനെയും ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. സ്വയം ഉപദ്രവിക്കാതെയും കൂടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എങ്ങനെയാണോ മറ്റൊരു മനുഷ്യൻ അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ തിരിച്ചറിയുന്നത്, ആ വ്യക്തിയുടെ സെക്ഷൽ ലൈഫ് ആനന്ദകരമാക്കുന്നത്, സമാനമായിട്ട് തന്നെ എല്ലാ മനുഷ്യർക്കും അതിനുള്ള തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ള വളരെ പ്രാഥമികമായിട്ടുള്ളൊരു മനുഷ്യത്വ ബോധമാണല്ലോ. ഇതിന് വലിയ തിയറി ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു അവകാശമാണ് അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രൈവസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ക്യൂർ വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിയമ സംരക്ഷണങ്ങൾ നാട്ടിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ട്രാൻസ് വ്യക്തികൾക്ക് കൊടുക്കുന്ന നിയമ സംവിധാനങ്ങൾ പോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും ക്യൂർ വ്യക്തികൾക്കകത്തേക്കും കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2, വിദ്യാഭ്യാസ പാഠ്യ പദ്ധതികൾക്കകത്ത് അടിസ്ഥാനപരമായിട്ട് ഇത്തരം ഓറിയൻറ്റേഷനുകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം വിദ്യാഭ്യാസ പാഠപദ്ധതിയിലൂടെ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ പലപ്പോഴും ഈ ക്യൂർ വിരുദ്ധത വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ ഇടുന്ന ഡ്രസ്സുകൾ, ഇടുന്ന ജ്വല്ലറികൾ, അവരുപയോഗിക്കുന്ന ഫോണിലെ പല പാർട്ടിക്കിൾസ്, ഇതൊക്കെ കണ്ടുപിടിച്ച ക്യൂർ വ്യക്തികളാണ്. അപ്പം ക്യൂർ വ്യക്തികളെ കണ്ടാൽ ഭയങ്കര വിരുദ്ധത തോന്നുന്നവർ ഇതൊക്കെ ഉപേക്ഷിക്കണം. ഫോണിൻ്റെ അകത്ത് കുറേ ചിപ്പുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയർസ്, പല പ്രമുഖരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും ക്യൂർ കമ്മ്യൂണിറ്റീൻ്റെ അകത്തുള്ള മനുഷ്യരാണ്.
അപ്പോൾ ക്യൂർ വ്യക്തികളെ പൂർണ്ണമായി അവഗണിക്കാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ മൊത്തത്തിൽ അങ്ങ് അവഗണിക്കുക. ക്യൂർ ഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ ഇന്ന് ഉപയോഗിക്കുന്ന പല സാധനവും ആകട്ടെ വേണ്ടാതെ വെച്ചുകൊണ്ട് ഒരു ഏകാന്ത ജീവിതത്തിലേക്ക് ഇവരെ പോയിട്ട് മോദിയൊക്കെ ധ്യാനിക്കാൻ പോയ പോലെ ഏതെങ്കിലും ഒരു ഗുഹയിലിരുന്ന് അങ്ങ് സമാധി അടഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാന്നുള്ളത് അവരെ കൊണ്ട് പോസിബിൾ ആവുന്ന ഒരു കാര്യമുള്ളൂ. എന്നാൽ പിന്നെ മനുഷ്യന്മാർ ബാക്കിയുള്ളവരെങ്കിലും സ്വസ്ഥതയോട് കൂടി ജീവിക്കായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, ഒരു ആഫ്രിക്കൻ പ്രീസ്റ്റാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സ്വർഗം എന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽ മനുഷ്യർക്ക് മാത്രം കയറി ചെല്ലാവുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഭയങ്കര ഒരു ബോറിങ് സ്ഥലമായിരിക്കുന്ന പുള്ളി പറയുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അവിടെ ഭയങ്കര അടിപൊളി വൈബായിരിക്കും, എല്ലാ മനുഷ്യന്മാരും ഉണ്ടാവില്ല, അപ്പോൾ അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പുള്ളി. ഈ പറയുന്ന പേട്രിയാർക്കി ബോധം മൂത്ത മനുഷ്യന്മാരിലൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തിയിട്ടൊരു സ്ഥലമായിരിക്കും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ഒരു സാധാരണ മലയാളി പുരുഷൻ്റെ സൗഹൃദ വലയല്ല ദിനുവിൻ്റേത്. ക്യൂർ പീപ്പിളുണ്ട്, ദലിതരുണ്ട്, സ്ത്രീകളുണ്ട്. മലയാളികളുടെ ആണഹന്ത ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഭവിക്കപ്പെട്ട വ്യക്തികളെ എന്നും ദിനു ചേർത്ത് നിർത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു വിശാലതയിലേക്ക് ദിനു വളരുന്നത്? എനിക്ക് തീർച്ചയായിട്ടും ആ ആണഹന്തയുടെ വിക്ടിമായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടിയാണ് ഒരു പക്ഷേ ആ രീതിയിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും അത്തരം അനുഭവങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ്. ഈ പറയുന്ന വളരെ മെസ്കുലിൻ ആയിട്ടുള്ള ഒരു കുട്ടിയെ അല്ലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. ഒരു പുരുഷാധിപത്യ സമൂഹം ഒരു ആൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ജെൻഡർ പെർഫോമൻസുകളും അല്ലായിരുന്നു എൻ്റെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഒന്നും തന്നെ ഉണ്ടായിരുന്നത് എൻ്റെ കുട്ടിക്കാലത്തും. അപ്പം അന്ന് ഒരു പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള വയലൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിന്നീട് വരുന്ന സമയത്തുള്ള എൻ്റെ കൂട്ടങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു ഘടകമായിട്ടുണ്ട്. എനിക്ക് ലിറ്ററലി ഇപ്പോഴാണെങ്കിൽ പോലും ഈ പറഞ്ഞ പേട്രിയാർക്കൽ ബോധമുള്ള ഒരു 10-20 ആണുങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് പോലും എനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യന് ഒരു ആൺകൂട്ടത്തിൻ്റെ മുന്നിലൂടെ അവരുടെ ശരീരത്തിൻ്റെ അളവുകോലുകൾ അളക്കുന്ന മനുഷ്യന്മാരുടെ മുന്നിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുന്നത് പോലും വളരെ ഡിഫിക്കൽട്ടായുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത് സണ്ണിയും കപ്പിക്കേടാ പറഞ്ഞത്, ആണുങ്ങൾക്ക് അവരിയ്ക്കുമ്പോൾ മാത്രം സംസാരിക്കാൻ ഒരു ഭാഷയും പൊതുസമൂഹത്തിൽ സംസാരിക്കാൻ വേറൊരു ഭാഷയുണ്ട് സണ്ണിയം കപ്പിക്കാട് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആണുങ്ങൾ മാത്രം, ഇപ്പോൾ സിസ്ജെൻഡർ ഹെറ്ററോസെക്ഷൽ ആണുങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടത്തിൽ ഒരിക്കലും സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് മിനിമം ജനാധിപത്യ ബോധമുള്ളൊരു മനുഷ്യന് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് പലപ്പോഴും അത്തരം തമാശകൾക്കകത്ത് ആനന്ദം കണ്ടെത്താൻ പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ. അത്തരം അശ്ലീലങ്ങൾക്ക് ചിരിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. അത്തരം കൂട്ടങ്ങൾക്കകത്ത് പലപ്പോഴും ആനന്ദം എന്തൊരു മടുപ്പൻ ജീവിതമാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുരുഷന്മാരെയും കൂടെ അവർക്കൊരു മോചനം ലഭിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കുറച്ചുകൂടെ തുറസായ ജീവിതത്തിലേക്ക്, കുറച്ചുകൂടെ നല്ല രസമുള്ള സൗഹൃദ വലയങ്ങളിലേക്കൊക്കെ. എനിക്ക് ഏറ്റവും മികച്ച സൗഹൃദ വലയങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ക്യൂർ വ്യക്തികളുടെ അകത്തു നിന്നും സ്ത്രീകളുടെ അകത്തു നിന്നും മാർജിനലൈസ് സമൂഹത്തിൽ നിന്ന് വന്ന പുരുഷന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ നിന്നാണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ആ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഒരു മെൻസ് അസോസിയേഷനുണ്ട്. ആ ആണുങ്ങളുടെ ഒപ്പം ഒരു 10 ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ട് ആർക്കാ സാധിക്കാതുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ശാന്തിവിള ദിനേശ് അല്ലേ, പിന്നെ അതിനകത്തര ഒരു തിരുവനന്തപുരത്ത് രാഹുൽ ഈശ്വരും അടക്കമുള്ള എങ്ങനെയാണ് എനിക്ക് ഒരു 1/4 മണിക്കൂർ ചർച്ചയിൽ തന്നെ രാഹുലിൻ്റെ ഒപ്പം ഇരിക്കാൻ വയ്യ. അപ്പം എങ്ങനെയാണ് നമുക്കിങ്ങനെ കുറേ കാലം ഈ മനുഷ്യരുടെ ഒപ്പം ജീവിക്കാൻ പറ്റാതൊക്കെ ഉള്ളത്? അതൊരു ശരിക്കും ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ ഫോറിനിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ടാസ്കുകൾ കൊടുക്കും, ഇത്ര കാലം ഇത്രയും മനുഷ്യരുടെ ഒപ്പം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ടാസ്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം കുറച്ച് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് വിലയൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും എൻ്റെ സൗഹൃദ വലയങ്ങൾ വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യമാണ്. അല്ലാതെ എനിക്ക് ഞാനൊരു ദളിത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ചോറ് തിന്നാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ് സുഹൃത്ത് അവിടെയുണ്ട് ഞാൻ വളരെ പ്രോഗ്രസീവാണ് എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള സൗഹൃദ വലയമല്ല. മറിച്ച് എന്നിൽ നിന്ന് തുടങ്ങി അങ്ങനെ തന്നെ ആലോചിക്കുന്ന കുറേ. ഇപ്പം ആദ്യം എൻ്റെ വളരെ അടുത്ത ആദ്യം എപ്പോഴും എന്നോട് പറയാനുള്ള സാധനം എന്ന് പറയുന്നത്, എടാ നീ പറഞ്ഞ ആ കഥ എന്ന് പറയുന്നത് എൻ്റെയും കൂടിയാണെന്ന് എപ്പോഴും പറയാറ്. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ പരസ്പരം പറയുന്ന കഥകളിൽ പേരും നാളൊക്കെ മാറുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാവുന്നൊരു സിസ്റ്റർഹുഡ് ഉണ്ടല്ലോ മനുഷ്യന്മാർ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഫ്രെറ്റേണിറ്റി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഒരു സ്നേഹവലയത്തിന് തരാൻ പറ്റുന്ന ഒരു സന്തോഷമൊന്നും മറ്റോടത്തുനിന്ന് കിട്ടും. എൻ്റെ ഭയങ്കര ബോറ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹോർത്തൂസ്, മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അങ്ങനെ നിരവധി വേദികൾ, വൈവിധ്യമാർന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരേ ഒരു ദിനം. എങ്ങനെയാണ് ഇത്രയധികം വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, അതും വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ ദിനുവിൻ്റെ ഒരു വായനാ ലോകം പരുവപ്പെടുന്നത്?
എനിക്ക് ഒരേ ഒരു ദിനുവിനേക്കാൾ കൂടുതൽ ഒരേ ഒരു ചോദ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ എന്ത് വിഷയമാവട്ടെ, ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന പലസ്തീൻ വിഷയത്തെ കുറിച്ചിട്ടാവും, അത് അവസാനത്തെ ഒരു ചോദ്യം എനിക്ക് കേൾക്കാം, കേരളത്തിൽ എന്തുകൊണ്ടാണ് റിസർവേഷൻ കൊടുക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എന്ത് വിഷയം പറഞ്ഞാലും അവസാന ഒരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ അവകാശം കൊടുത്താൽ പ്രശ്നമാവില്ലേ, ഇത് ടിപ്പിക്കൽ 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പല വേദികൾ പോകുന്നുണ്ടെങ്കിലും ഈ വേദികളിലൊക്കെ പല രൂപങ്ങളിൽ ഫാൻസി ഡ്രസ്സിൽ വരുന്ന ഒരേ മനുഷ്യന്മാരെ എപ്പോഴും ഞാൻ കാണാറുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ എനിക്കെപ്പോഴും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ എപ്പോഴും പുസ്തകങ്ങൾ നൽകുന്ന അറിവിനേക്കാൾ കൂടുതൽ ഞാൻ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഞാനിപ്പോൾ ചില സമയത്ത് കോഫി ഡേറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് ആൾ എന്നോട് ചോദിക്കും, ഭയങ്കര ഇൻട്രോവേർട്ടാണല്ലേ, ഒരു പരിചയമില്ലാത്ത ചില ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണല്ലേ, ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നതൊന്നും സംസാരിക്കില്ലേ, നീ ഒന്നും സംസാരിക്കില്ല കേട്ടേ ഇരിക്കുന്നത് ഞാൻ പറയാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരാണ്. അങ്ങനെ ഞാൻ ചെവി കൊടുത്തിട്ടുള്ള മനുഷ്യന്മാരൊക്കെ തന്നെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ, ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെവി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നൽകിയിട്ടുള്ള വലിയ അറിവുകളുണ്ട്. ആ ജീവിതത്തിനോളം എനിക്ക് അറിവുകൾ എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ മനുഷ്യർ എനിക്ക് പകർന്നു തന്ന അറിവെന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ റൂട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു സമയത്തും എന്നോട് ഷീബാമേനെ, ഞാൻ ഉമ്മ എന്ന് വിളിക്കുന്ന ആളാണ്, ഉമ്മ എപ്പോഴും പറയുന്നൊരു സാധനം, നമ്മുടെ വേരുകൾ എപ്പോഴും മണ്ണിലായിരിക്കണം എന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുന്നതും അതോടൊപ്പം തന്നെ അക്കാദമിക് ആയിട്ടുള്ള ജീവിതത്തെ കൂടെ ചേർത്ത് വയ്ക്കുന്ന സമയത്താണ് കുറച്ചെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ വസ്തുനിഷ്ഠത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. A to Z എന്ത് വിഷയമായാലും, ഉള്ളിയുടെ വില കുറഞ്ഞ വിഷയം തൊട്ട് അന്താരാഷ്ട്ര യുദ്ധമാണെങ്കിലും രാഹുൽ ഈശ്വർ അതിൻ്റെ അകത്ത് മെയിൻ പാനലിസ്റ്റ് ആയിരിക്കും എന്തായാലും. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയ്ക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പുള്ളി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വൈകാരികമായി സണ്ണിയും കപ്പിക്കാടും ദിനവും സംസാരിച്ച് ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സും NCRB ഡാറ്റയും സൂയിസൈഡ് സോഷ്യൽ ക്രൈം ആണെന്ന ദുർക്കൈമിൻ്റെ തിയറിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വൈകാരികമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്യൂർലി അപ്പുറത്തെ ജാതി വൈകാരികതയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറയുന്ന ഈ പുരുഷപീഡനം നടത്തിയിട്ടുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത് രാഷ്ട്രീയ ചിന്തകനായി മാറുകയും നമ്മളെല്ലാ സമയത്തും ദളിത് ചിന്തകൻ, ദളിത് ആക്ടിവിസ്റ്റ് എന്നുള്ള ലേബലിൽ നിൽക്കുകയും ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പം വളരെ കൃത്യമായി നമ്മൾ എത്രയൊക്കെ ഫാക്ച്വലായി പറഞ്ഞാലും നിങ്ങൾ ഇമോഷണലി ആണ് സംസാരിക്കുന്നത്, നിങ്ങൾ ഫാക്ച്വൽ അല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു രീതിയിൽ ഗേറ്റ് കീപ്പിംഗ് നടത്തുന്ന ഒരു സമൂഹവും അപ്പുറത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചില ചർച്ചകൾക്കകത്ത് ഞാൻ ദളിത് സംബന്ധമായിട്ട് ഒരു പോയിന്റ് പോലും ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പ്യൂർലി അതിനെ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എന്നിട്ട് പോലും ആ ചർച്ച പോലും കേൾക്കാതെ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ജാതി പറയുന്നത് അവിടെ എന്നൊക്കെ വന്നുകൊണ്ട് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഇവരെ അൾട്ടിമേറ്റ്ലി ക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അടങ്ങുന്ന കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ജാതി ഇല്ലാത്ത സമുദായങ്ങൾ, ഞങ്ങൾ സമുദായങ്ങളാണ്, ഞങ്ങൾ ജാതിയല്ല. മനുസ്മൃതിയും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നത് നിങ്ങൾ ജാതിയല്ല, നിങ്ങൾ അവർണരാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾ സമുദായങ്ങൾ മാത്രമാണ്. ഈ പറയുന്ന ഒരാൾക്ക് പോലും എൻ്റെ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഏതാണെന്ന് ഇതുവരെയായിട്ട് ആർക്കും അറിയില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നാം ഏത് സിസ്റ്റത്തിനെയാണോ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ അറ്റാക്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഫാക്ച്വൽ ആവാൻ വേണ്ടി ബേസിക്കലി പറ്റുന്നത് എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ തരുന്ന അറിവും അതോടൊപ്പം തന്നെ ഗ്രൗണ്ടഡായി മനുഷ്യർ തരുന്ന എക്സ്പീരിയൻസും, ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഫാക്ച്വലായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ഞാൻ കുറച്ച് ഈ പറഞ്ഞ ആക്ടിവിസം കൂടെ ഒന്നിച്ച് പോകുന്നത് കൊണ്ട് ഞാൻ ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഞാൻ വായിക്കുന്ന സുപ്രീം കോടതി വിധികളും കേസുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെയാണ് കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ലൈബ്രറിയിൽ നിന്നൊന്നും ഇറങ്ങാതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പം കുറേ ഇങ്ങനെ ശുശു പോലെ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റ് റീഡിങ്ങിലേക്ക് ഒരു സൈബർ യൂസേജ് കൊണ്ട് കൂടിയായിരിക്കും ആ രീതിയിലേക്കാണ് പോകുന്നത്. മനസമാധാനമായിട്ട് സത്യം പറഞ്ഞാൽ ഇരുന്ന് വായിക്കാനുള്ള അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആദിയുടെ തന്നെ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന കവിത സമാഹാരമാണ്. അതോടൊപ്പം തന്നെ സബ്ജക്റ്റുമായി സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് കൂടുതലായിട്ട് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്നത് പൊയ്കേല പച്ചനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയത് കൊണ്ട് ചോദിക്കുകയാണ്. രാഹുൽ ഈശ്വർ നേതൃത്വം നൽകുന്ന ഒരു മെനിനിസ്റ്റ് സംഘടന, അവർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചൂഷണം അനുഭവിച്ച സ്ത്രീകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഗുഡ് സർവൈവറും
രണ്ടാമത്തത് ബാഡ് സർവൈവർ. ഗുഡ് സർവൈവർ എന്ന് പറയുന്നത് ലക്ഷണമൊത്ത അതിജീവിത, മറ്റേത് ലക്ഷണമില്ലാത്ത അതിജീവിതം. ഈ ലക്ഷണമൊക്കാത്ത അതിജീവിതയെ ബോയ്ക്കോട്ട് ചെയ്യുകയും പൊതുജന മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു, സൈബർ ലോകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഈ പറഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ എറിഞ്ഞു കൊടുക്കുന്നു. ഇത്തരത്തിൽ ഒട്ടും ജനാധിപത്യപരമല്ലാത്ത പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഒരു സംഘടന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ ഒരു സംഘടന എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സദാചാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ മനുഷ്യരെ എല്ലാ കാലത്തും വിഭജിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം പഴയ കാലത്ത് രാഹുൽ ഈശ്വർ അടങ്ങുന്ന ഗ്രൂപ്പുകളുടെ പ്രാകൃതമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഒരു പക്ഷേ സ്കൂളിൽ പ്രവേശിക്കരുതെന്നും ബ്രാഹ്മണ സ്ത്രീകൾ റൗക്ക നിർബന്ധമായി ധരിക്കണമെന്നും മറയ്ക്കുന്നത് അഭിമാനത്തിൻ്റെ ലക്ഷണമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നും ഉണ്ടായിരുന്നല്ലോ. ഈ ലക്ഷണമൊത്ത സ്ത്രീ മറയ്ക്കാത്ത സ്ത്രീയാണെന്ന് പറയുകയും മറച്ചു കഴിഞ്ഞാൽ ലക്ഷണമില്ലാത്ത സ്ത്രീയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സമയത്തും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് പുറത്ത്, മാസ്ലൈൻ സമൂഹങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് പുറത്ത് അളവുകോലുകളുമായിട്ട് ഈ മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ആധുനിക കാലത്തും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കാലത്ത് അന്ന് ഉപയോഗിച്ച അതേ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല, അന്ന് ഉപയോഗിച്ച അതേ വയലൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നിയമ സംവിധാനങ്ങളുള്ള നാട്ടിൽ നിയമാനുസൃതമായിട്ടേ ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളൊരു കഷ്ടകാലത്തിന് ജനാധിപത്യ രാജ്യത്ത് ജനിച്ചു പോയ മനുഷ്യരാണ് പലപ്പോഴും മെനിനിസ്റ്റുകളായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കാലത്തും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടി ഇവർ ഒരിക്കലും സംസാരിക്കില്ല. ഇവരുടെ സംസാരങ്ങൾ എന്ന് പറയുന്നത് അധികാരവും സമ്പത്തുമുള്ള കോടതി വ്യവഹാരങ്ങൾക്കകത്ത് കൃത്യമായി പോകാൻ സാധിക്കുന്ന അക്രമകാരികളായിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എപ്പോഴും നിലവിൽ വരുന്നത്. നിതിൻ മരിച്ചിട്ട് ഈ ദിനം വരെ മെനിനിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ വരെ പോസ്റ്റ് ഇടുന്നത് ഒരു ചർച്ചയിൽ ഞാൻ രാഹുലിൻ്റെ വാള് ബ്ലാങ്ക് എന്ന് പറഞ്ഞ സമയത്താണ് കൊണ്ടുപോയിട്ട് രാത്രി പോസ്റ്റ് ഇടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് വളരെ പ്രകടമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. രണ്ട്, സർവൈവർ എന്ന് പറയുന്ന അവസ്ഥയെ നിരന്തരം കണക്കാക്കപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കരഞ്ഞ് വിഷമിച്ച് ജീവിതകാലം മൊത്തം ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നൊരു വെജിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലക്ഷണമൊത്ത A+ ഗ്രേഡുള്ള വിക്റ്റിമായിട്ടും സർവൈവറായിട്ടും അവരെ കണക്കാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു കാലത്തും ജീവിതത്തിൽ നിന്ന് താൻ അനുഭവിച്ച ട്രോമകളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിനകത്ത് സന്തോഷം നേടുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും സങ്കല്പിക്കാനുള്ള കപ്പാസിറ്റി പോലും അവർക്കില്ല എന്നുള്ളതാണ്. പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ മഹാത്മാ അയ്യങ്കാളിയുടെ സമരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു വിദ്യാർത്ഥി കയറിയ സമയത്ത് ബോധം കെട്ട് വീണു. അദ്ദേഹം ആജീവനാന്ത കിടപ്പിലായിട്ടാണ് മരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു വിദ്യാർത്ഥി കയറി, ദളിത് വിഭാഗത്തിലൊരു വിദ്യാർത്ഥി കയറി എന്നുള്ളത് അയാളുടെ മനസ്സിന് മാത്രമല്ല ശരീരത്തിന് പോലും താങ്ങാൻ പറ്റാത്തതാണ്. ഇതേ കാര്യമാണ് ഇവിടെയും ഈ മെനിനിസ്റ്റ് ഗ്രൂപ്പിൻ്റെ. സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന, അതിജീവിതരായി ശക്തമായി സംസാരിക്കുന്ന ആളുകളെ താങ്ങാൻ പോലും പറ്റാത്ത അത്ര ദുർബലരായിട്ടുള്ള മനുഷ്യരായിട്ടാണ് ഞാൻ അവരെ കണക്കാക്കുന്നത്. അവരുടെ എന്ന് പറയുന്നത് അത്ര ദുർബലമായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട് A ഗ്രൂപ്പും B ഗ്രൂപ്പും എന്ന് പറയുന്നത്. ഇനി കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ABCD എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ പിളരും. കാരണം ഫ്രജൈൽ ആൺകൂട്ടങ്ങൾ ചരിത്രത്തിൽ ഒരു കാലത്തും ഒന്നിച്ച് നിന്നിട്ടില്ല. അപ്പോൾ അവർ പിളരും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അവർക്ക് വേണ്ട രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ടതുള്ളത് തന്നെയാണ്. ഞാനും പലപ്പോഴും എന്നെ ചിലപ്പോൾ ചർച്ചയ്ക്കൊക്കെ വിളിക്കും, ഇവരുടെ ആരെങ്കിലും ഉണ്ടാവും, നിങ്ങൾ കോളേജുകളിലൊക്കെ ചർച്ചയ്ക്ക് വരും. അപ്പോൾ ഞാൻ പറയാം, മനുഷ്യാവകാശം ഇങ്ങനെ വോട്ടിനിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ 1000 കൊല്ലങ്ങൾക്ക് മുന്നേ നമ്മൾ ചർച്ച ചെയ്ത് തീർത്ത കാര്യമാണ്. ആ ഗ്രൂപ്പുകളോട് വീണ്ടും സംവദിക്കാനുള്ള മിനിമം യോഗ്യത പോലും ഇല്ലാത്ത ഗ്രൂപ്പുകളായിട്ടാണ് ഞാൻ അവരെ കണക്കാക്കുന്നത്. ഇത് വേണോ വേണ്ടേ, ഇന്നും സ്വാതന്ത്ര്യം വേണോ വേണ്ടേ എന്നുള്ള ചർച്ചകളൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഇനിയും എങ്ങനെ സ്വാതന്ത്ര്യത്തെ വികസിപ്പിക്കാം, ഇനിയും എങ്ങനെ സ്ത്രീകളുടെ അവകാശത്തെ വികസിപ്പിക്കാം എന്നുള്ള ചർച്ചകൾക്കാണ് പൊതുവേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ എയറിലേക്ക് വിടുന്ന ആളെന്നുള്ളൊരു വിശേഷണമുണ്ട് ദിനുവിന്. അത് വളരെ കാരണം ചർച്ചകളിലൊക്കെ ദിനു എപ്പോഴും വളരെ ഫാക്റ്റ് സംസാരിക്കുമ്പോൾ വൈകാരികമായിട്ട് കൊലപാതകത്തെക്കുറിച്ചൊക്കെ ദിനു ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചു ശരിക്കും. അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് പോലീസിൽ നിന്നും മറ്റ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പല നിലകളിൽ നീതിനിഷേധം സംഭവിക്കാറുണ്ട്. ദിനവും ദിശയും ഇതിനൊപ്പം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്കൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ ദിനുവിന് ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടലുകൾ സംഭവിച്ചിട്ടുണ്ടോ? വേട്ടയാടലുകൾ എന്ന് പറയുന്നത് ഇപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കുകൾ ആ രീതിയിൽ വരാറ് വളരെ കുറവാണ്.
അതല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ അറ്റാക്കുകളോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് ചിലപ്പം ചില ഭീഷണികൾ വരിക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും സംഭവിക്കാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചില അവസരങ്ങൾ വരുന്ന സമയത്ത് അത്തരം അവസരങ്ങൾ റദ്ദ് ചെയ്യാനുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഡയറക്റ്റായിട്ടൊരു ഫിസിക്കൽ വയലൻസ് എന്നുള്ള രീതിയിൽ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അതൊരു പക്ഷേ ഒരുപാട് മനുഷ്യർ അങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും നിയമപരമായി നമ്മൾ ഏതറ്റം വരെ പോകും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും അത്തരം ഡയറക്റ്റ് അറ്റാക്കുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സൈബർ ഇടങ്ങളുടെ അറ്റാക്കുകളും ഡയറക്റ്റായി ഫോൺ വിളിച്ചുകൊണ്ടിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. 2021 കനി കുസൃതി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ ഈ മികച്ച നടിക്കുള്ള പുരസ്കാരം PK റോസിയുടെ പേരിൽ അറിയപ്പെടണം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 2026 എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും താമസം നേരിടുന്നത്, അല്ലെങ്കിൽ ഇതിനൊന്ന് മനസ്സിലാക്കാനുള്ള താമസം എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന മാർജിനലൈസ് കമ്മ്യൂണിറ്റിയുടെ ആളുകളുടെ പേരുകൾ, സ്ഥാപനങ്ങൾക്കൊക്കെ പേരിടലുകൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ കമ്മ്യൂണിറ്റിയുടെ നിരന്തരം ആവശ്യപ്രകാരമാണ്. പക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയും ചോദിക്കാതെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 103-ാം അമെൻമെൻറ്റ് EWSനെ കൊണ്ടുവന്നപ്പോൾ കേരളമാണ് ആദ്യം മുന്നോട്ടേക്ക് വന്നുള്ള സംസ്ഥാനം. അതിനൊരു ആവശ്യവും വരാതെ തന്നെ കമ്മ്യൂണിറ്റി ആവശ്യപ്പെടാതെ തന്നെ അവർ കൊടുക്കാറുണ്ട്. ചില മനുഷ്യർക്ക് എങ്ങനെയാണ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും സ്വാഭാവിക നീതിയും അതിനപ്പുറത്തുള്ള നീതിയും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ഒരു പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും നമുക്ക് കാണാം. അതുതന്നെയാണ് ഒരു പക്ഷേ PK റോസിയുടെ കാര്യത്തിനകത്തും കനി എന്നത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അംബേദ്കറിൻ്റെ പേരിൽ എത്ര സെൻറ്ററുകൾ നമുക്കുണ്ട്. ആകെ ഇപ്പോൾ കില കൊട്ടാരക്കരയിൽ ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററാണ് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് രാജാക്കന്മാരുടെ പേരിൽ, ശക്തൻ തമ്പുരാൻ്റെ അടക്കം പേരിൽ അനേകം പ്രതിമകളും അനേകം ഇടങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ മാർജിനലൈസ് സമൂഹത്തിലെ ആളുകളുടെ പേരുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഇതും ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ കാര്യം അവർ കൃത്യമായി പാലിച്ചു പോകുന്നു എന്നുള്ളതാണ്. ജാതി നിയമം കൃത്യമായി പാലിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കനിയാവേദിയിൽ പറഞ്ഞപ്പം എനിക്കും വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. മലയാള സിനിമയുടെ ഒരു ആദ്യത്തെ അമ്മയെ നമുക്ക് വീണ്ടും ഓർക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു അപ്പർ കാസ്റ്റിൻ്റെ ലോകമാണെന്ന് പറയും. ഇതിനൊപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, കഴിവാണ്, ജാതിയല്ല പ്രധാനം. കഴിവുള്ളവരെ എല്ലാ കാലത്തും അംഗീകരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളത്തിൻ്റേത്. പുതിയ കാലത്തെ സംവിധായകർ കടന്നു വരുന്നു, പുതിയ നിലയിൽ സിനിമകൾ എടുക്കുന്നു. ജാതിയാണോ കഴിവാണോ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്? തീർച്ചയായിട്ടും കാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു ക്യാപിറ്റലാണ്, ഒരു സോഷ്യോ കൾച്ചറൽ ക്യാപിറ്റൽ തന്നെയാണ്. അത് അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഉദാഹരണത്തിന് സിനിമയിൽ വന്നതിന് പിന്നെ മാത്രം ജാതിവാലുള്ള പേരുകൾ വെച്ചിട്ടുള്ള ഒരുപാട് നടന്മാരെയും നടിമാരെയും നമുക്കറിയാം അല്ലേ. കഴിവ് മാത്രമായിരുന്നെങ്കിൽ അവർക്കുള്ള പേരുകൊണ്ട് അങ്ങ് കഴിവുണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ കഴിവ് മാത്രമല്ല, കാസ്റ്റ് നെയിം വെക്കുന്നതോടുകൂടി അവർക്ക് ലഭിക്കുന്ന ചില പ്രിവിലേജ് ഉണ്ട്. ഒരു കാസ്റ്റ് നെയിമും ഇല്ലാതെ സിനിമയ്ക്കകത്ത് വന്നുകൊണ്ട് ഒരൊറ്റയടിക്ക് കാസ്റ്റ് നെയിം വെച്ചിട്ടുള്ള പല മനുഷ്യരും വളരെ തുറന്ന് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവരുടെ നിഷ്കളങ്കത കാരണം പറഞ്ഞിട്ടുമുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോഴും സിനിമയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി കാസ്റ്റും ജെൻഡറും ഒക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു അധികം പോപ്പുലർ പബ്ലിസിറ്റി ഉള്ളൊരു സ്പേസിനകത്ത് ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എന്തോരം ദളിത് കമ്മ്യൂണിറ്റിയുടെ അകത്തു നിന്നൊക്കെ തന്നെയുള്ള ആളുകൾ, വളരെ കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് കൊടുക്കുന്ന റോളുകൾ എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട റോളുകൾ തന്നെയാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ വൻ അഭിനയം കാഴ്ചവെക്കുന്ന കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് കാഴ്ചവെക്കപ്പെടുന്ന ആളുകൾ അഭിനയിക്കുന്ന സിനിമകൾ പലപ്പോഴും എത്രത്തോളം ഫ്ലോപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നൊരു വസ്തുത തന്നെയാണല്ലോ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ ദീർഘകാലത്തെ കഴിവിനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു തിയേറ്റർ സംസ്കാരത്തിൻ്റെ ആദ്യ രൂപങ്ങൾക്കകത്ത് കൃത്യമായി അത് ചെന്നെത്തുന്നത് ഏതെങ്കിലും ഒരു ആദിവാസി ഊരിൽ തീക്ക് ചുറ്റും നിന്നുകൊണ്ട് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആണിനിലോ പെണ്ണിലോ ട്രാൻസ് വ്യക്തിയിലോ ആയിരിക്കും ആ ചരിത്രം ചെന്നെത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ പാരമ്പര്യമൊക്കെയാണ് പറയുന്നതെങ്കിൽ ഈ പാരമ്പര്യങ്ങൾ എന്നോ പേറിയ മനുഷ്യർ തന്നെയാണ് മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിലെ മനുഷ്യർ എന്നുള്ളത് തന്നെയാണ്. പിന്നെ പാത്രം കഴുകാനൊക്കെ നന്നായിട്ട് അറിയാവുന്ന
ഒരുപാട് പേർ ഉണ്ടല്ലോ കഴിവുള്ള ആളുകൾ. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരം മേഖലകൾക്കകത്തേക്ക് കൃത്യമായി ചില ജാതി വിഭാഗത്തിലെ മനുഷ്യർ തന്നെ വരുന്നത് എന്നതിൽ നിന്നാണ് കഴിവ് മാത്രമല്ല മാനദണ്ഡം എന്നുള്ളതും കൃത്യമായി പാത്രം കഴുകാൻ കഴിവ് എല്ലാവർക്കും ഉണ്ട് അല്ലേ. പക്ഷെ എന്തുകൊണ്ട് ചില മനുഷ്യർ മാത്രം എല്ലാ കാലത്തും അത് കഴുകേണ്ടി വരുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് കാസ്റ്റ് അതിനകത്ത് പ്രത്യേക ഒരു ഘടകമാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നത്. സണ്ണി എം കപ്പിക്കാടിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു കോലാഹലം നടന്നു കഴിഞ്ഞല്ലോ. ഗാന്ധി വിമർശകനായ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാവുന്നത് പ്രാദേശിക നേതൃത്വങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാദമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത്. ദിനുവിന് എന്താണ് തോന്നുന്നത്? സണ്ണി എം കപ്പിക്കാട് പോലുള്ള ഒരു ദളിത് ചിന്തകൻ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സീറ്റിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സ്വതന്ത്രമായ ഒരു സമുദായം എന്നുള്ള രീതിയിൽ അനവധി കുഞ്ഞു കുഞ്ഞു കമ്മ്യൂണിറ്റീസ് ചേർന്നൊരു സമുദായമാണല്ലോ നമ്മൾ ദളിത് എന്ന് വിളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സമുദായം എന്ന് പറയുന്നത്. ആ രീതിയിൽ ശാക്തീകരണം ലഭിച്ച സംഘടനകൾക്ക് പോലും കൃത്യമായ പ്രാതിനിധ്യം വരാത്ത സമയത്ത് സ്വാഭാവികമായിട്ട് ഇത്തരം സീറ്റുകളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സണ്ണി എം കപ്പിക്കാടിന് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രമേശ് പിഷാരടിക്കുള്ളതിനേക്കാൾ രാഷ്ട്രീയ യോഗ്യത തീർച്ചയായിട്ടും സണ്ണി എം കപ്പിക്കാടിനുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം കേരളത്തിനകത്ത് കൃത്യമായി ശബരിമല അടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് കൃത്യമായി പൊസിഷൻസ് എടുത്തിട്ടുള്ള എത്രയോ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കകത്ത് കൃത്യമായി ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സണ്ണി എം കപ്പിക്കാട് പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി പോലുള്ള സംഘടന UDF നൽകുന്ന ഒരു സീറ്റിൻ്റെ വിശ്വാസ്യതയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ അതിനോടൊപ്പം നിൽക്കാം എന്നുള്ളൊരു സാധനം എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള സണ്ണി എം കപ്പിക്കാടിനെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനത്തിന് എത്രത്തോളം സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സണ്ണി എം കപ്പിക്കാടിനെ എത്രത്തോളം താങ്ങാൻ പറ്റുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട് എന്നുള്ളതാണ്. അതാണ് അംബേദ്കർ അന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്ത് സാമൂഹിക വിപ്ലവത്തിന് ശത്രുക്കൾ ഏറെയാണ് എന്നുള്ളത് അംബേദ്കർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വിപ്ലവത്തിന് ഏറെക്കുറെ കൂട്ടുകാരും സാമൂഹിക വിപ്ലവത്തിന് ശത്രുക്കളും ഉണ്ടാവും എന്നുള്ളത്. കോൺഗ്രസിനെ തന്നെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഹിസ്റ്ററിയുടെ മുന്നേ ഉണ്ടായിരുന്ന രൂപങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റവല്യൂഷനുള്ള പന്തൽ കത്തിക്കുമെന്ന് പറഞ്ഞ തിലകനൊക്കെ ഉണ്ടായ ചരിത്രങ്ങൾ നമുക്കറിയാമായിരുന്നല്ലോ. അപ്പം കൃത്യമായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒളിഗാർക്കി നിലനിൽക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും സണ്ണി എം കപ്പിക്കാടിന് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം വ്യക്തമാക്കുന്നത്. എൻ്റെ കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് കോൺഗ്രസിൽ. അപ്പം ഞാൻ നിങ്ങൾക്കപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ മതിയായിരുന്നല്ലോ, പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, അവിടെ നിൽക്കുമായിരുന്നല്ലോ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലീഡേഴ്സാണ് വരേണ്ടത്. അപ്പം നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട ദ്രൗപദി മുർമു വന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവർ ആ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഈ അവരൊരു BJPയുടെ റെപ്രസെൻറ്റേറ്റീവാണ് അല്ലേ. അപ്പം മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്നൊരു വ്യക്തി ഒരു സ്ഥാനത്തെത്തി എന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. മറിച്ച് ആ കമ്മ്യൂണിറ്റിയുടെ വാല്യൂസ് ആ വ്യക്തി അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ദളിത് ആദിവാസി സമുദായങ്ങളുടെ വാല്യൂസ് എന്ന് പറയുന്നത് സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും തന്നെയാണ്. ആ വാല്യൂസ് ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്റ്റഡായി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ നിയമസഭയ്ക്കകത്ത് കയറിയിട്ടുള്ള ദളിത് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ചെന്നിട്ടുള്ള ആളുകളിൽ എത്ര പേർ EWS സംവരണം വന്നപ്പോൾ ഒന്ന് മിണ്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിനകത്ത് പ്രജാസഭയ്ക്കകത്തുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളൊരു സമയത്ത് പോലും എത്ര ചോദ്യങ്ങളാണ് ഈ വ്യക്തികൾ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ സംവരണീയമായ സീറ്റിൽ പോകുന്ന എല്ലാവരും കമ്മ്യൂണിറ്റിയുടെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ സണ്ണി എം കപ്പിക്കാട് ആ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൂടിയാണ് അയാൾ ആ പാർട്ടിയുടെ മാത്രം റെപ്രസെൻറ്റേറ്റീവായി ഒരിക്കലും നിൽക്കാതെ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായി നിൽക്കുമെന്നുള്ള ഭയത്താൽ കൂടിയായിരിക്കും ഒരുപക്ഷെ അത്തരമൊരു സീറ്റ് നിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ്. നഷ്ടം ആർക്കാന്ന് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടം എന്നുള്ളത് ഞാൻ അത്യന്തികമായിട്ട് വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഈയിടെ കുറേ പേര് എൻ്റെ അടുത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് സുഹൃത്തുക്കൾ, മറ്റ് പാർട്ടിയിലെ സുഹൃത്തുക്കൾ, നിങ്ങൾ സണ്ണി എം കപ്പിക്കാട് എന്തിനാണ് ആ പാർട്ടിയിൽ പോയത്, കോൺഗ്രസ്സിൽ എന്ത് പറ്റിയെന്ന് വെച്ചൊരു 4-5 മെസ്സേജുകൾ എനിക്ക് എല്ലാ ദിവസവും വരാറുണ്ട്. ഞാൻ അപ്പോൾ സണ്ണി എം കപ്പിക്കാടിൻ്റെ നമ്പർ തിരിച്ചയച്ചു കൊടുത്ത് പറയും വിളിച്ചു ചോദിച്ചോളൂ, ഇത് ഞാനെന്തോ കൊണ്ട് നിർത്തിയ പോലെയാണല്ലോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലവ് ഇസ് നോട്ട് എ ഫീലിംഗ്, ഇറ്റ്സ് എ പ്രാക്ടീസ്. എന്തായിരുന്നു അനുഭവം? ഇങ്ങനെ നമ്മൾ മലയാളികൾ കേൾക്കാത്ത ഒരു വർക്ക്ഷോപ്പാണ്, വിഷയമാണ്. എങ്ങനെ
സ്നേഹിക്കപ്പെടണം, എങ്ങനെ കരുതണം എന്നൊക്കെ, ഇത് എന്തായിരുന്നു ദിനുവിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഈ ഒരു ആശയം വരാൻ കാരണം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇപ്പം വളരെ യങ്സ്റ്റേഴ്സ് ആയുള്ള വിദ്യാർത്ഥികൾ പോലും സോഷ്യൽ മീഡിയ കോളനി വേണം എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ റെഗുലർലി കാണുന്നതാണല്ലോ. ഒരു കുട്ടിയെ നമ്മൾ ജനിച്ചു വരുന്ന സമയത്ത് ഒരു കാലത്തും നമ്മളെ സ്നേഹിക്കാനല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെ വെറുക്കാം, അപ്പുറത്തെ മനുഷ്യൻ എങ്ങനെയാണ്, ഇപ്പുറത്തെ മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ളതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ലാത്ത മനുഷ്യന്മാർ ആരൊക്കെയാണ് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽ ഹുക്സ് ആ ഒരു വർക്കിനകത്ത് ഉടനീളം പറയുന്നത് എന്ന് പറയുന്നത്, നമ്മൾ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം പരസ്പരം പറയണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളിവിടെ സ്നേഹം എന്ന് പറയുന്നത് പ്രണയത്തിനകത്ത് മാത്രം കാണുന്ന, അതിനകത്ത് പോലും ഈ പറയുന്ന പൊസീവ്നെസ് അമിതമായിട്ടുള്ള പൊസീവ്നെസ് മാത്രം ചേർത്ത് വെച്ച് മാത്രമാണ് നമ്മൾ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലൂന്നിയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരുടെ പരസ്പരമുള്ള ആനന്ദത്തിൽ സന്തോഷിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായെടുക്കാനാണ് ബെൽ ഹുക്സും ആ ഒരു വർക്കിനകത്ത് പ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ ഒരു വർക്ക്ഷോപ്പ് രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ, എല്ലാവരും ഇങ്ങനെ പ്രഭാഷകൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം വർക്ക്ഷോപ്പ്സ് എടുക്കാനാണ്. ഞാനൊരു 300ഓളം വർക്ക്ഷോപ്പുകൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഈ വർക്ക്ഷോപ്പിനകത്ത് ഞങ്ങൾ 3 പേരാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. ഒന്നൊരു സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ ഹെന, പിന്നെ ജിഷ്ണു എന്ന് പറയുന്ന അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് ആർട്ടിസ്റ്റാണ്, പിന്നെ ഞാനൊരു സോഷ്യോളജിസ്റ്റാണെന്നല്ലേ ഞാനും കൂടിയാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള നാടകം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഒരു 15 മുതൽ 20 വരെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലാണ് നമ്മൾ ആ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് ഇപ്പം ഞാനതിലുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒരു വിദ്യാർത്ഥി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നില്ല ഇതന്നെ കംപ്ലയിൻറ്റ് ഉറക്കനെ പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനൊരു സ്പെഷ്യൽ എയ്ഡ് ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവൻ ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് പറയുന്ന എല്ലാവരും ഒന്നും അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അവനോട് ഇങ്ങനെ ഉറക്കനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുഞ്ഞു ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് ഇങ്ങോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ അവരെ കേൾക്കാൻ അങ്ങോട്ട് ചെല്ലേണ്ടതിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനത്തെ കുറേ കുഞ്ഞു നല്ല മൊമെൻറ്റ്സ് ആ വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പം സ്നേഹത്തെ വ്യക്തിപരമായ ഒരു അനുഭവം എന്നുള്ളതിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് നമ്മുടെ സ്നേഹങ്ങളിൽ വരുത്തേണ്ട തിരുത്തലുകളും പുനരാലോചനകളെക്കുറിച്ചും പറഞ്ഞിട്ട് സാമൂഹ്യമായിട്ട് എങ്ങനെ നമുക്ക് സ്നേഹത്തെ പടർത്താം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ വർക്ക്ഷോപ്പിൻ്റെ അകത്ത് 2 ദിവസം വർക്ക്ഷോപ്പിൻ്റെ അകത്ത് ആലോചിച്ചത്. മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചൊരു വർക്ക്ഷോപ്പാണ്. പക്ഷേ അതിനിടയ്ക്ക് പഠിപ്പിക്കാൻ കയറിയോണ്ട് വേറെ സമയം കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ചെയ്തതാണ്. പക്ഷേ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഈ ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ എപ്പോഴും ബ്യൂട്ടിഫുള്ളായി സംസാരിച്ചിട്ടുള്ളത് അധികവും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ബെൽ ഹുക്സ് എനിക്ക് ഭയങ്കര, അവരുടെ പേര് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ അവർ ബെൽ ഹുക്സിനെ ബി ചെറുതായിട്ട് എഴുതാനാണ് അവർ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ പേര് വലുതായി കാണുന്നതൊക്കെ ആഗ്രഹിക്കുമ്പോഴേ എൻ്റെ പേര് കുഞ്ഞക്ഷരത്തിൽ എഴുതിയാൽ മതി എന്ന് പറയുന്ന ഒരു ആലോചന ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ. അതിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ എന്താണ് സ്നേഹം എന്നുള്ളത്, അത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും ലവ് ഒരു ഇമോഷണൽ അല്ല, ഒരു ഫീലിംഗ് അല്ല, അതൊരു ജീവിത രീതിയാണെന്ന് പറയുന്നതിനെ ഞാൻ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുള്ളായി കാണുന്ന ഒരു സങ്കല്പം തന്നെയാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് എല്ലാവരും പോയത്. അവരെല്ലാവരും ഇപ്പോഴും വളരെ സ്നേഹത്തിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇങ്ങനെ ഒന്നും കേട്ടിട്ടേ ഇല്ല. ഈ ഒരു പേര് ഈ ഒരു ബ്ലാക്ക് ഫെമിനിസ്റ്റ് ഐഡിയോളജി എടുത്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആദ്യമായിട്ടാണ്. എത്ര തേക്കപ്പെട്ടാലും മായ്ക്കാത്ത ഒരാളായിട്ടാണ് ദിനുവിനെ അടയാളപ്പെടുത്തുന്നത്. ദിനുവിൻ്റെ സ്നേഹസങ്കല്പങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിനകത്ത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച്. അതായത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അടുത്തൊരു സപ്പോർട്ടോ സഹായമോ ചോദിച്ചു വരുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കണക്കാക്കിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത്ര കണ്ട് ചില സമയത്ത് പാത്തോളജിക്കൽ എമ്പതി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എമ്പതിയുടെ ലെവലിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. 1-2 കൊല്ലമായിട്ട് കുറച്ചൊക്കെ ചില ബൗണ്ടറീസ് വെക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ലിമിറ്റേഷൻസ് വെക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നോട് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണെങ്കിലും ഒരു പക്ഷേ അയാളെ വേറൊരു വേദി കാണുന്ന സമയത്ത് ഞാനത് മറന്നു പോയിട്ട് പോലും ഉണ്ടാവും. പൂർണ്ണമായിട്ട് അങ്ങോട്ട് വീണ്ടുമ്പോഴാവും അവരെന്തെങ്കിലും ദേഷ്യം ഞാൻ എന്തായിരുന്നു അടി നടന്നത് പോലും എനിക്ക് ഓർമ്മയില്ലല്ലോ, അത് പലപ്പോഴും ആലോചിക്കാറുള്ളത്. അപ്പം അടിസ്ഥാനപരമായിട്ട് പ്രണയത്തിൻ്റെ അകത്ത് ആ എല്ലാ വൾണറബിലിറ്റീസും കൂടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ വലിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താത്ത കൊച്ചു കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ആളാണ് ഞാൻ. ചിലപ്പോൾ അത് ഒരു KSRTC ബസ്സിൽ ഒന്നിച്ച് കൈ പിടിച്ച് ഒന്ന് മൂന്നാറിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു യാത്ര ചെയ്യുക മൂന്നാറിലേക്ക് എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ അജന്ത എല്ലോറ പോലുള്ള ഏതെങ്കിലും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ഹിസ്റ്റോറിസിറ്റി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നതായിരിക്കും.
കുറേ നേരം ഒരു കടൽ കണ്ടൊന്നിച്ചിരിക്കുന്നതായിരിക്കും. രാത്രി കടൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അല്ലെങ്കിൽ ഒന്നിച്ചൊരു ഗസൽ കേൾക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കകത്ത് വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഗിഫ്റ്റുകൾക്കകത്തും അങ്ങനെ തന്നെയാണ്. ഭയങ്കര വലിയ ഗിഫ്റ്റൊന്നും അല്ലാതെ ഒരു മനുഷ്യന് ഒരു 2 വരി കവിത എഴുതി തന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരാഴ്ചയിലേക്ക് മനസ്സിലിട്ട് പിന്നെ ചിലപ്പോൾ അടുത്ത 1-2 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് എഴുതി തന്ന കവിത എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അത്ര കൗതുകം എപ്പോഴും പ്രണയത്തിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയസങ്കല്പങ്ങൾ എല്ലാ സമയത്തും പരസ്പരമുള്ള വിയോജിപ്പുകളെ തുറന്ന് പറയാൻ വേണ്ടി പറ്റുന്ന അത്തരം വിയോജിപ്പുകൾക്ക് കൂടെ സ്പേസ് ഉള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും പ്രണയത്തെ കാണുന്നത്. 2 മനുഷ്യർക്ക് പരസ്പരം ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നിലകൊള്ളാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം പ്രണയം എന്നുള്ളതാണ് എപ്പോഴും ഞാൻ കരുതുന്നൊരു കാര്യമെന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ ഈ പറഞ്ഞ പോലത്തെ കുഞ്ഞു കുഞ്ഞു ക്രഷുകൾ എപ്പോഴും തോന്നുന്ന ഒരാളാണ് ഞാൻ. അത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആർട്ടിസ്റ്റിക്കായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായി ആർട്ടിക്കുലേറ്റ് ചെയ്യുകയോ വരയ്ക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോട് വളരെ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു പ്രണയങ്ങൾ തോന്നുകയും അത് വളരെ കാലം വരെ ഇങ്ങനെ പറയാതെ ഇന്ന് പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ മനുഷ്യരോട് അങ്ങനെ നിങ്ങളുടെ ഇന്നൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തുറന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ എന്തിനാഗ്രഹം അയാൾ പാട്ടൊക്കെ പാടുന്ന ആരും കണ്ടാൽ എന്നോട് പറയും, മോനെ വീഴല്ലേ അങ്ങോട്ട് പോകില്ല ഭാഗത്തേക്ക് എന്നൊക്കെ പറയും. ചിലപ്പോൾ വളരെ മനോഹരമായൊരു പാട്ട് കേട്ടാൽ പോലും അന്നത്തെ എൻ്റെ ഒരു ദിവസത്തിന് അത് മതി എന്ന് മാത്രം കരുതുന്ന ഒരാളാണ് ഞാൻ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കകത്ത് ഭയങ്കര സന്തോഷം കാണുന്ന ഒരാളാണ്. ഓക്കെ. ദിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ ദിനു നന്നായി കവിത എഴുതുന്നു, ദിനു നന്നായി സംസാരിക്കുന്നു, ദിനു നന്നായി പാട്ട് പാടുന്നു, നന്നായി ഹാർമോണിയം വായിക്കുന്നു. ദിനു എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലകളിലും. ദിനു നന്നായി ഡാൻസ് ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇതിൻ്റെ അടി വന്നിട്ട് എന്നെ കൊന്നതല്ലേ. എല്ലാ നിലകളിലും ദിനു വളരെ ഭംഗിയായി ജീവിതത്തെ ആഘോഷിക്കുന്നു. ദിനുവിന് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ദിനു ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ദിനുവിന് എന്തായിരിക്കാനാണ് ഇഷ്ടം? എന്തായിരിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാനായിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ടിവിസ്റ്റോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ബുക്കിഷായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ്. വളരെയധികം സോക്കോൾഡ് ഇൻട്രോവേർട്ടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മാഷ്, സന്തോഷ് ചിറക്കാരാന്ന് പറഞ്ഞൊരു മാഷ് വിളിച്ച് പോന്നു. നാടകം കളിച്ചിട്ടാണ് ഞാൻ മിണ്ടാൻ പഠിച്ചത്. മിണ്ടുന്നതിന് മുന്നേ ഞാൻ ആദ്യം പ്രസംഗിക്കാനേ അല്ല പഠിച്ചത്, നാടകം കളിച്ച് അങ്ങനെ എല്ലാ ഉളുപ്പും മാനവും ഒക്കെ പോയിട്ടാണ് ഞാൻ പിന്നെ പതുക്കെ മിണ്ടി ആളുകളോട് സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ സമയത്തും നാടകം എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏറെക്കുറെ കാലം എൻ്റെ ജീവിതത്തിനകത്ത്. അതേപോലെ തന്നെ ഒരു കുട്ടിത്തം എല്ലാ സമയത്തും ജീവിതത്തിൽ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. എന്നോട് ഇങ്ങനെ പലപ്പോഴും പറയും, നീ ഇങ്ങനെ ഫിലോസഫിക്കലായുള്ള കാര്യങ്ങളും സംസാരിക്കാൻ സ്റ്റേജിലൊക്കെ സംസാരിക്കും, നീ എന്തിനാ ഇച്ചയെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഊളറിയിലിടുന്നതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തലമണ്ടക്കിട്ട് എപ്പോഴും തരുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്, നിരന്തരം ഉപദേശം തരുന്നത്. കാരണം ഒരു സോ കോൾഡ് ഇൻ്റലക്ച്വൽ സ്പേസിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രാക്ടീസസ് അല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും നോക്കാറുള്ളത് ബ്ലാക്ക് ഫെമിനിസ്റ്റുകളെ തന്നെ. മായ ഏഞ്ചൽ ഒരു കവിത ചൊല്ലുന്ന സമയത്ത് എന്ത് ജാതി പെർഫോമൻസ് അവർ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു സാധനം ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലായ്പ്പോഴും ഈ പറഞ്ഞ വരണ്ട ബുദ്ധിജീവി ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഏറെക്കുറെ ശരീരത്തെയും ജീവിതത്തെയും ഒക്കെ തന്നെ മനസ്സിനെയും ഒക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കുന്നത്. ഇനി വേറൊരു പൊളിറ്റിക്സും കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും ആദ്യത്തെ ഞാൻ വരുന്ന ജനറേഷൻസിനെ ഫാമിലി ട്രീ ഇങ്ങനെ തെരഞ്ഞു പോയ സമയത്ത് ഏറ്റവും ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഒരു തറവാട്ടിൽ കാളേനെ നോക്കാൻ വേണ്ടിയിട്ട് ആക്കിയ ഒരാളായിരുന്നു. അപ്പം അയാൾ സ്ലേവ് ആയിരുന്നു കാളയുടെ. അപ്പോൾ കാളയ്ക്ക് ഇങ്ങനെ അടിപൊളി പാത്രത്തിലൊക്കെ കഴിക്കാൻ പറ്റുമ്പോഴും ഇയാൾക്ക് കുഴി കുത്തിയിട്ട് കഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ഏറ്റവും മൂലയിൽ അത്ര ചുരുങ്ങിക്കിടന്നൊരു മനുഷ്യനായിരുന്നു അയാൾ. ഒരു സ്പേസും ഇല്ലാതിരുന്ന് അയാൾ എന്നിട്ട് 2-3 ഈ കാളനെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ കാള ഭക്ഷണം കഴിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടോട്ടിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാള കഴിക്കാത്തത് കാളയ്ക്ക് ഇയാളുടെ സ്ലേവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് കുഞ്ഞ് പൈസ കൊടുത്തിട്ട് നടത്തിച്ചിട്ടാണ് ഈ മനുഷ്യൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാളയുടെ വില പോലും ഇല്ലായിരുന്നു ആദ്യത്തെ കാരണവർക്ക് എന്നുള്ളത്. അത്ര കഠിനമായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ്റെ ചരിത്രം എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് കിട്ടാതിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്ന് ആ മനുഷ്യൻ്റെ പേരിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആസ്വദിക്കണമെന്നും ആ രീതിയിൽ ജീവിതത്തെ ആനന്ദിക്കുന്നത് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നും എപ്പോഴും ഞാൻ കരുതാറുണ്ട്. ആ രീതിയിൽ കൂടിയാണ് ഞാൻ എൻ്റെ
ആനന്ദത്തെ പോലും ഞാൻ രാഷ്ട്രീയമായിട്ടാണ് കരുതുന്നത്. അതിൽ പലപ്പോഴും പലരും കുരുപ്പൊട്ടിക്കൊണ്ട് നിങ്ങളെന്താ ആക്ടിവിസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യും. ഇപ്പം ദയാബായിയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദയാബായി ഒരു ഊരിൽ പോയതോട് കൂടിയിട്ട് എല്ലാ രീതിയിലുമുള്ള പ്രകടമായ ആനന്ദങ്ങളൊക്കെ ഉപേക്ഷിച്ച പോലെയാണ് ജീവിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അംബേദ്കർ കോട്ടിട്ട രാഷ്ട്രീയമാണ് എൻ്റെ പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ലൈഫ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ലഭിക്കുന്ന സാലറി വളരെ ആണോ അല്ലേ എന്നുള്ളതൊന്നുമല്ല ഞാൻ നോക്കുന്നത്. പരമാവധി ലൈഫിനെ ആ രീതിയിൽ എൻജോയ് ചെയ്ത് പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതും എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് കുറേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കുരു പൊട്ടുന്ന കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കൂടിയാണ്. ആ ഒരു പ്ലഷർ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓർമ്മകളുടെ എക്സ്റേ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ, അതാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നു. ദിനുവിൻ്റെ ആക്സസറീസ് വളരെ ഭംഗിയുള്ളതാണ്. ദിനു ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ബുദ്ധിജീവിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത, അല്ലെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സോ കോൾഡ് ബുദ്ധിജീവികളുടെ ഒരു ലോകമല്ല ദിനുവിൻ്റേത്. അതൊരു പുതിയ അനുഭവമാണ്. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം ഒരു വിസ എടുത്ത് ഇങ്ങോട്ട് വന്നുള്ള മനുഷ്യന്മാരാണല്ലോ നമ്മളൊക്കെ തന്നെ. അപ്പോൾ ഉള്ള മൊമെൻറ്റ്സിനെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതും ആ സെലിബ്രേഷനിലൂടെ മറ്റ് മനുഷ്യരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാര്യം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കില്ല. അപ്പോൾ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു 3/4% വരെ വേറെ രീതിയിൽ ഫുഡ് അടിക്കാണ് പോവുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കൂട്ടമായിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏറെക്കുറെയൊക്കെ. അപ്പോൾ എപ്പോഴും എൻ്റെ ഒപ്പം പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു 4-5 മനുഷ്യന്മാർ ഉണ്ടായിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പോകാറുള്ളത്. അപ്പോൾ അത്തരം കൂട്ടങ്ങൾക്കകത്ത് എപ്പോഴും ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. യാത്രകൾക്കകത്ത് ഒക്കെ തന്നെ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നുന്നത് അതെൻ്റെ വളരെ നമ്മുടെ എന്താ പറയുക, ശ്വാസം എന്ന പോലെ തന്നെ അത്തരം സ്പേസുകൾക്കകത്ത് സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ഞാൻ കണ്ടെത്താറുണ്ട്. അപ്പം അതുകൊണ്ട് അതല്ലാത്തൊരു ഞാൻ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നുള്ളതാണ്. ആ അടിപൊളികളിലൊക്കെയാണ് എവിടേക്കോ യഥാർത്ഥ ഞാനുള്ളത് എന്ന് എപ്പോഴും ഞാൻ തിരിച്ചറിയാറുണ്ട്. ദിനുവിന് ആവശ്യമുള്ള ഒരു വലിയ കൂട്ടം സമൂഹത്തിലുണ്ട്. നീതി അർഹിക്കുന്ന അവർക്ക് വേണ്ടി നിലകൊള്ളാൻ എന്നും ദിനുവിനാവട്ടെ. നന്മകൾ. താങ്ക് യു. എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും താങ്കൾ വലിയ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടെന്ന് വായിച്ച മനസ്സിലായി. ഒരുപാട് സന്തോഷം. ലെറ്റ്സ് ടോക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അതിഥിയും പുത്തൻ ആശയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.